വട്ടച്ചെമ്പട്ടിയുടെ അടിയിൽ കൊട്ടിയതുപോലെയാണ് നിൻ്റെ ശബ്ദം, ചിരട്ട കൊണ്ട് പാറയിൽ ഒരതിയതുപോലെയാണ് നിൻ്റെ വർത്തമാനം, എന്തൊരു വൃത്തികെട്ട ശബ്ദമാണ്, എന്തൊരു വൃത്തികെട്ട സംസാരമാണ്. അങ്ങനെ എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞ കുത്തുവാക്കുകളുടെ ഒടുവിൽ എപ്പോഴും ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ പടച്ചോൻ്റെ അടുത്ത് ദുആ ചെയ്തിട്ടുണ്ട് കേട്ടോ. അല്ലാഹുവേ, എൻ്റെ ശബ്ദം നീ അങ്ങോട്ടേക്ക് എടുത്ത് കളാ, അല്ലെങ്കിൽ എൻ്റെ നാവിൻ്റെ സ്വാധീനം നീ അങ്ങോട്ട് എടുത്ത് കളാ, എനിക്ക് മതിയായി, എനിക്ക് നല്ലതും ചീത്തയും ഒന്നും പറയണ്ട ഇനി. ആ ഒരു അവസ്ഥയിലേക്ക് എന്നെ കൊണ്ട് എത്തിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ പ്ലാനിലും നാട്ടുകാരുടെ പ്ലാനിലും എൻ്റെ ശബ്ദം വളരെ വലിയൊരു ദുരന്തമായിരുന്നു. പക്ഷേ അള്ളാൻ്റെ പ്ലാനിൽ എൻ്റെ ശബ്ദം വളരെ മനോഹരമായിരുന്നു. കാരണം ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് ക്ലാസ്സുകൾ എടുക്കാനായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, പണ്ട് എൻ്റെ അടുത്ത് ഒരു മിനിറ്റ് മിണ്ടാതിരിക്കുമോ എന്ന് ചോദിക്കുന്ന ആൾക്കാർ ഒരു മണിക്കൂർ ക്ലാസ് എടുക്കാനായിട്ട് 2000 രൂപ തരാം, ഒരു മണിക്കൂർ ക്ലാസ് എടുക്കാനായിട്ട് 3000 രൂപ തരാം, എൻ്റെ മോളെ ഒന്ന് ഉപദേശിക്കാനായിട്ട് 500 രൂപ തരാം, 1000 രൂപ തരാം എന്ന് പറഞ്ഞ് എന്നെ ഇങ്ങോട്ടേക്ക് തേടി വരുന്നൊരവസ്ഥയിലോട്ട് എന്നെ റബ്ബെന്നെ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാൻ ഒന്നേ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മറന്നേക്കുക. നിങ്ങളുടെ സെൽഫ് നിങ്ങൾ ഡെവലപ്പ് ആവാൻ വേണ്ടി ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് ഒരു ദിവസം നിങ്ങളതിനെ തിരിച്ചറിയുന്ന അവസ്ഥയിലോട്ട് കൊണ്ടെത്തിക്കുക തന്നെ ചെയ്യും.